T20 ലോകകപ്പിൽ സൂപ്പർ 8 പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡ് പാകിസ്ഥാനെ നേരിടും. ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഡിയിൽ നിന്ന് രണ്ടാം സ്ഥാനക്കാരായാണ് ന്യൂസിലൻഡ് സൂപ്പർ 8-നെത്തുന്നത്. പാകിസ്ഥാനാകട്ടെ ഇന്ത്യ ചാമ്പ്യന്മാരായ ഗ്രൂപ്പ് എയിൽ രണ്ടാം സ്ഥാനക്കാരായിരുന്നു. രാത്രി 7 മണിക്ക് കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇനി സൂപ്പർ 8-ൽ ഇന്ത്യയുടെ പോരാട്ടങ്ങൾ നാളെയാണ് തുടങ്ങുന്നത്. T20 ലോകകപ്പിൽ സൂപ്പർ 8 പോരാട്ടത്തിന് ഇന്ത്യ നാളെ ഇറങ്ങും. ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ. മത്സരത്തിൽ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ. സഞ്ജു സാംസൺ ഇന്ത്യയ്ക്കായി കളത്തിലിറങ്ങിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. അഹമ്മദാബാദിൽ നാളെ രാത്രി 7 മണിക്കാണ് മത്സരം. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാനായിട്ട് മഹേഷ് പോലൂർ ചേരുന്നുണ്ട്. മഹേഷ്, നമുക്കറിയാം ഈ ലോകകപ്പിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് ആ ഒരു ബാറ്റിംഗ് നിര തന്നെയായിരുന്നു. പക്ഷേ ഈ മത്സരങ്ങളൊക്കെ ജയിച്ചു പോയെങ്കിൽ പോലും ബാറ്റിംഗ് നിരയുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര മികച്ചൊരു പ്രകടനം ഉണ്ടായില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ അഭിഷേക് ശർമ്മയുടെ ഒരു ഫോം ഔട്ട്, അതോടൊപ്പം തന്നെ തിലക് വർമ്മ മധ്യനിരയിൽ അത്ര നന്നായി കളിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ടീമിലൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? സഞ്ജു സാംസൺ ടീമിലേക്ക് എത്തുമെന്നുള്ള സൂചനകളുണ്ട്. ഇന്നലെ ഇന്ത്യൻ ടീം പ്രാക്ടീസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ സഞ്ജുവിൻ്റെ ഒരു പ്രാക്ടീസിൽ സഞ്ജു എങ്ങനെയായിരുന്നു? ഇന്നലെ ഒത്തിരി നേരം സഞ്ജു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? ഹരി, ഇന്നലെ സഞ്ജു സാംസൺ ഏറെ നേരം പ്രാക്ടീസ് സെഷനിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹം മണിക്കൂറുകളോളം തന്നെ ഇന്നലെ ബാറ്റെടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തെ കൃത്യമായി ഇന്ത്യൻ ടീമിലെ കോച്ച് ഉൾപ്പെടെ അല്ലെങ്കിൽ ഇന്ത്യൻ ടീം നായകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. അതായത് എല്ലാ സൂചനകളും വെച്ച് സഞ്ജു സാംസൺ നാളെ പ്ലേയിങ് 11-ലേക്ക് തിരിച്ചെത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്ലോട്ടിൽ അഭിഷേക് ശർമ്മ നിരന്തരമായി പരാജയപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. അദ്ദേഹം പരാജയപ്പെടുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ന്യൂസിലൻഡ് ഇന്ത്യ പരമ്പരയിൽ സഞ്ജു സാംസന് വലിയ തോതിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സഞ്ജു സാംസൺ ഓപ്പണിംഗ് സ്ലോട്ടിൽ നിന്നും മാറ്റാനുണ്ടായ പ്രധാന കാരണം അതായിരുന്നു. ഇഷാൻ കിഷൻ പകരം വരികയും ചെയ്തിരുന്നു. പക്ഷേ ഇഷാനൊപ്പം ഇറങ്ങിയ 3 മത്സരങ്ങളിലും റൺ എടുക്കാൻ അഭിഷേക് ശർമ്മയ്ക്ക് സാധിച്ചിരുന്നില്ല. സഞ്ജു ആണെങ്കിൽ ഒരേ ഒരു മത്സരം ഇറങ്ങുകയും ലോകകപ്പിൽ കുറഞ്ഞ പന്തിൽ നിന്ന് 7 പന്തിൽ നിന്ന് 22 റൺസ് എടുത്താണ് സഞ്ജു പുറത്താവുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും അഭിഷേക് ശർമ്മ ആദ്യ ഓവറുകളിൽ തന്നെ പുറത്താകുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. 3-4 പന്തുകളാണ് അദ്ദേഹം മാക്സിമം നേരിട്ടിട്ടുള്ളത്. ആകെ ഈ ലോകകപ്പിൽ തന്നെ അഭിഷേക് ശർമ്മ 3 മത്സരത്തിൽ പങ്കെടുത്തിട്ട് ആകെ 8 പന്തുകളാണ് അദ്ദേഹം നേരിട്ടുള്ളതാണ്. മാത്രമല്ല, അദ്ദേഹം പുറത്താകുന്ന ശൈലി എന്ന് പറയുന്നത് T20 ക്രിക്കറ്റിൽ വളരെ അനായാസം പുറത്താകുന്നത് അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഇല്ല എന്ന് കാണിക്കുന്ന തരത്തിലാണ്. ആ ഒരു പകരം എന്നുള്ള രീതിക്കാണ് സഞ്ജു സാംസൺ ഒരു ഓപ്ഷനായി വരുന്നത്. പക്ഷേ നമുക്കറിയാം, ലോകത്തിലെ 1-ാം നമ്പർ താരമാണ് അഭിഷേക് ശർമ്മ. അങ്ങനെയെങ്കിൽ അഭിഷേകിനെ മാറ്റാതെ തന്നെ സഞ്ജുവിനെ എങ്ങനെ പ്ലേയിങ് 11-ൽ കൊണ്ടുവരാമെന്നുള്ളതാണ് ടീം ഇന്ത്യ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ തിലക് വർമ്മയ്ക്കാക്കും പുറത്തേക്കുള്ള വഴി എന്ന് പറയുന്നത്. കാരണം തിലക് വർമ്മ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഫസ്റ്റ് ഡൗണിൽ ഇറങ്ങുന്നുണ്ട്, റൺ എടുക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ പന്തുകൾ നമുക്കറിയാം, തിലക് വർമ്മ കളിക്കുന്ന കളിയിലൊക്കെ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 100-നോട് അടുപ്പിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ 100-120 മാത്രമാണ്. അപ്പോൾ T20 ക്രിക്കറ്റിൽ 100-120 സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് ഏകദിന ക്രിക്കറ്റ് കളിക്കുന്നതിന് സമാനമാണ്. അപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ താളം കണ്ടെത്താൻ തിലക് പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ തിലക് വർമ്മയ്ക്ക് പകരം സഞ്ജു സാംസനെ കൊണ്ടുവരികയും ഓപ്പണിംഗ് സ്ലോട്ടിൽ അഭിഷേക് ശർമ്മയും സഞ്ജുവും ഇറങ്ങുകയും ഇഷാൻ കിഷൻ ഫസ്റ്റ് ഡൗൺ സ്ലോട്ടിലേക്ക് വരികയും ചെയ്യും. ആദ്യ വിക്കറ്റ് വീഴുമ്പോൾ ഇഷാൻ വരുന്ന രീതിയിലേക്കായിരിക്കും ഒരു പക്ഷേ വരിക. അതല്ലെങ്കിൽ പൂർണ്ണമായി അഭിഷേകിന് മാറ്റി അദ്ദേഹം പൂർണ്ണമായി ഫിറ്റ്നസ് വീണ്ടെടുത്ത ശേഷം ആ സ്ലോട്ടിലേക്ക് വരിക. എന്തായാലും സെമി ഫൈനൽ മത്സരങ്ങളാകുന്നതിന് മുൻപ് തന്നെ, നോക്കൌട്ട് റൗണ്ടിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അഭിഷേകാണോ സഞ്ജുവാണോ കൂടുതൽ ഫിറ്റ് ആവുക ഓപ്പണിംഗിലേക്ക് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും ഇന്നലെ നെറ്റ്സിൽ നമ്മൾ കണ്ടത്, നെറ്റ്സിൽ സഞ്ജു സാംസൺ ഇന്നലെ പേസ് ബോളർമാരെയും പ്രത്യേകിച്ച് സ്പിൻ ബോളർമാരെയും ഒക്കെ വളരെ കൃത്യമായി ഒരുപാട് സമയം നേരിടുന്നുണ്ടായിരുന്നു. സഞ്ജു പ്ലേയിങ് 11-ലേക്ക് തിരിച്ചെത്തുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ അദ്ദേഹത്തിൻ്റെ ഇന്നലെ പ്രാക്ടീസിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടതാണ്. എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പം അക്സർ പട്ടേൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ ഒരു പക്ഷേ തിരിച്ച് വീണ്ടും വരാനുള്ളൊരു പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. പ്ലേയിങ് 11-ലേക്ക് വരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. വാഷിംഗ്ടൺ സുന്ദറിന് ഒരു മത്സരമാണ് കളിച്ചത്, അദ്ദേഹം മാറാം. എന്തായാലും നാളെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഫൈനലിലെത്തിയ ടീമാണ് ദക്ഷിണാഫ്രിക്ക. അപ്പോൾ കുറഞ്ഞ ടീം, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ കളിച്ച കളി പോരാ സൂപ്പർ 8-ൽ എന്നുള്ള കാര്യവും ടീം ഇന്ത്യക്കാണ്. അതുകൊണ്ട് തന്നെ ടീം ഒന്നുകൂടി സന്തുലിതമാക്കുക, കുറെ കൂടി സ്ട്രെങ്ത് ആക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും സഞ്ജുവിനുള്ള സാധ്യത തുറന്നു വന്നിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സഞ്ജു ഇറങ്ങും എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ശരി, ഇന്ത്യ സൂപ്പർ 8 പോരാട്ടങ്ങൾക്കായി നാളെ ഇറങ്ങുകയാണ്. ദക്ഷിണാഫ്രിക്കയാണ് ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ എതിരാളികൾ. ഇന്ത്യ ജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒപ്പം സഞ്ജു സാംസൺ അവസരം ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മഹേഷ് പോലൂരാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.